ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ടിപ്പായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്താ, നമ്മളെ ബാത്റൂമിലെ പാട്ട ബക്കറ്റൊക്കെ ഉണ്ടല്ലോ, അത് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ പാട്ടൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലോണം ഒന്ന് വരുതിക്കുക കേട്ടോ. നല്ലോണം ബക്കറ്റിലും പാട്ടയിലും ഒക്കെ നല്ലോണം വരുതി കഴുകിയാൽ പെട്ടെന്ന് പോയി കിട്ടും. സോപ്പൊന്നും എടുത്ത് കഴുകണമല്ല, ഉപ്പെടുത്തിട്ട് നല്ലോണം കഴുകുക. കണ്ടോ, ഉള്ളിൽ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അറിയാത്തവരൊന്ന് ചെയ്തു നോക്കൂ. ഇനി നെക്സ്റ്റ് ടിപ്പ്, നമ്മളെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഇവിടെ ഞാൻ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങാണല്ലോ കേട്ടോ. ഈ വല്യുള്ളിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുളച്ച് വരും, പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഉരുളക്കിഴങ്ങ് മുളക്ക് കേടുവരുന്നില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഞാനിതാ ഇവിടെ ചെറിയൊരു കഷ്ണം പീസ് വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതാക്കി. അതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്ത് നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ എവിടെയെങ്കിലും വെച്ചാൽ ഈച്ച, കൊത്തളങ്ങ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കൂ. എവിടെയെങ്കിലും ഒരു മൂലയിൽ വെച്ചെടുക്കുക. ഈച്ച